മെയ് മാസം ആദ്യമാണ് തെരഞ്ഞെടുപ്പ് ഫലം വന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വന്ന ഉടനെ തന്നെ ഒരു ഭരണാനുകൂല സംഘടന അവരുടെ ലെറ്റർ ഹെഡിൽ സ്ഥലം മാറ്റേണ്ട ആളുകളുടെ ലിസ്റ്റ് എഴുതി കൊടുക്കുകയാണ്. എവിടത്തേക്ക് മാറ്റണമെന്ന് നിർദ്ദേശിക്കുകയാണ്. അത് കിട്ടിയ ഉദ്യോഗസ്ഥൻ അത് കാണിച്ചുകൊണ്ട് തന്നെ ഉത്തരവുമെടുത്തു. ഇവിടെ ഭരണാനുകൂല സംഘടനകൾക്ക് എന്തും ചെയ്യാമെന്നാണ് നില. അതിന്റെ ഭാഗമായാണ് കോട്ടയത്ത് ഭരണാനുകൂല സംഘടനയുടെ ജില്ലാ നേതാവിനെ വിജിലൻസ് പിടികൂടിയത്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അഴിമതിയാണ്. എന്താണ് കേരളത്തിലെ സർവീസ് രംഗത്ത് നടക്കുന്നത്? ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥലം മാറ്റുക, അതിനുവേണ്ടി ലേലം വിളി നടത്തുക. ഇവിടുന്ന് സ്ഥലം മാറ്റാതിരിക്കണമെങ്കിൽ അതേപോലെ സ്ഥലം മാറ്റം നടത്തിയതിനു ശേഷം അവിടുന്ന് മറ്റു തരത്തിലുള്ള ബന്ധപ്പെടലുകൾ, ഇതിനെല്ലാം ഒട്ടേറെ അഴിമതിയുമായി ബന്ധപ്പെട്ട കഥകളാണ് പുറത്തു വരുന്നത്. എന്തിനാണ് നമ്മുടെ സിവിൽ സർവീസ് മേഖലയെ ഇത്രമാത്രം അസംതൃപ്തമാക്കുന്നത്? ഇതുപോലെ അസംതൃപ്തമായ ഒരു രംഗം കേരളത്തില് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? അടുത്ത കാലത്തൊന്നും ഇല്ലാത്ത ഒരു നില സിവിൽ സർവീസ് മേഖലയിൽ സൃഷ്ടിക്കുന്ന സ്ഥിതിയാണ് വന്നിട്ടുള്ളത്. ഇത് പൂർണ്ണമായും ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ്. ഇതിനെല്ലാം ഇടയാക്കുന്നത് ബന്ധപ്പെട്ട മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഈ കാര്യങ്ങളിൽ സ്വീകരിക്കുന്ന പ്രത്യേക മനോഭാവമാണ്. മുഖ്യമന്ത്രി തന്നെ പരസ്യമായി പറയുന്നു, സ്ഥലം മാറ്റം ഇനിയും ഉണ്ടാവും, തയ്യാറായിരുന്നോളൂ. എന്താണ് ഇത്തരത്തിലൊരു ഭീഷണി ഉയർത്തുന്നതിന്റെ അർത്ഥം? നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടക്കുന്നുവെന്ന് മനസ്സിലാക്കിയിട്ടും ഇനിയും സ്ഥലം മാറ്റും, ഒരുങ്ങിയിരുന്നോളൂ എന്ന് പറയാൻ എങ്ങനെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് കഴിയുന്നത്? നമ്മുടെ സിവിൽ സർവീസിന്റെ വ്യക്തമായ രക്ഷാധികാരിയായിരിക്കേണ്ട മനുഷ്യൻ സിവിൽ സർവീസ് മേഖലയെ പലതരത്തിൽ കഷ്ടങ്ങളാക്കാനാണോ നോക്കുന്നത്? അങ്ങനെയാണോ ഭരണം നിർവഹിക്കേണ്ടത്? നമ്മുടെ കേരളത്തിലെ സംതൃപ്തമായ സിവിൽ സർവീസ് മേഖലയാണ് വേണ്ടത്. അതിനെ തകിടം മറിക്കുന്ന, അതിനെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന നടപടികളാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ കൃത്യമായ നടപടികളുണ്ടാവണം. ആശാലതയുടെ കാര്യത്തിൽ അവർ ജീവനെടുക്കാനിടയായത് എന്താണ് സാഹചര്യം? അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും നടപടിയെടുക്കുകയും വേണം. അതുപോലെ തന്നെ ദീപാലേഖയുടെ കാര്യത്തിൽ ഫലപ്രദമായ നടപടി ഉണ്ടാവണം. സ്ഥലം മാറ്റം മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി സ്ഥലം മാറ്റത്തിനിടയായത് എന്തുകൊണ്ട് എന്നത് ഗൗരവമായി അന്വേഷിക്കണം. അതേപോലെ തന്നെ സുബിൻലാലിന്റെ കാര്യത്തിൽ സ്ഥലം മാറ്റം ചട്ടങ്ങൾക്ക് വിരുദ്ധമായാണ് നടന്നിട്ടുള്ളത്. ആ സ്ഥലം മാറ്റത്തിന് ഉത്തരവാദികളായവരെ കുറിച്ച് അന്വേഷിച്ച് അവർക്കെതിരെയുള്ള നടപടികൾ സ്വീകരിക്കണം. ഖ്യാതാമണിയുടെ കാര്യത്തിൽ അവിടെയുള്ള ഭരണാനുകൂല സംഘടനകളുടെ കാര്യങ്ങൾ തീർത്തും തെറ്റായ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾക്കെതിരെ കർക്കശമായ നടപടി സ്വീകരിക്കാൻ തയ്യാറാകണം. ഒരിടത്തും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ ഇടപെടൽ
ഗവൺമെന്റ് ഭാഗത്തുനിന്ന് വേണം. മുഖ്യമന്ത്രി സിവിൽ സർവീസിന്റെ മൊത്തമായ സംരക്ഷകനെന്ന നിലപാടെടുക്കണം. സങ്കുചിതമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചുകൊണ്ടല്ല പ്രവർത്തിക്കേണ്ടത്. തെറ്റായ കാര്യങ്ങൾ ആർക്കും നടത്താനുള്ള ലൈസൻസ് കൊടുക്കരുത്. ഭരണാധികാര സംഘടനയായാൽ എന്തുമാകാം എന്ന നില ഉണ്ടാക്കാൻ പാടില്ല. നിങ്ങൾ നടത്തുന്നത് ഒരു ധർമ്മസമരമാണ്. ഇതോടൊപ്പം തന്നെ അനേകം പ്രശ്നങ്ങൾ നിങ്ങളുടേതായി നിങ്ങൾ നേരിടുന്നുണ്ട്. ഞാൻ അതിന്റെ കാര്യങ്ങളിലേക്കൊന്നും ഇപ്പൊ കടക്കുന്നില്ല. ഏതായാലും സംതൃപ്തമായ സിവിൽ സർവീസാണ് നമുക്ക് ആവശ്യം. അതിന് വിരുദ്ധമായ നടപടികൾ സ്വീകരിക്കുന്നത് അത് അസ്വസ്ഥമായ അന്തരീക്ഷമുണ്ടാക്കും. ഇവിടെ കേട്ടൊരു കാര്യം, നമ്മുടെ ഇത്തരം പ്രക്ഷോഭങ്ങളിൽ ജീവനക്കാർ പങ്കെടുക്കുന്നത് തടയുന്നതിന് വേണ്ടിയുള്ള വിവിധ തലങ്ങളിലുള്ള ഇടപെടലുകൾ ഓഫീസിന്റെ ഭാഗത്തു നിന്ന്, ഓഫീസ് മേധാവിയുടെ ഭാഗത്തു നിന്ന്, അഡ്മിനിൽ നിന്ന് എല്ലാം ഉണ്ടാകുന്നുവെന്നാണ്. പക്ഷേ അത്തരത്തിലുള്ള വിലക്കുകളോ ഭീഷണികളോ ഒന്നും ജീവനക്കാരെ തടയാൻ പര്യാപ്തമാകില്ല എന്ന അനുഭവം എത്രയോ നമ്മുടെ മുന്നിലുള്ളതാണ്. അതുകൊണ്ട് കാലം ശരിക്കും മനസ്സിലാക്കാൻ തയ്യാറാവണം. തെറ്റായ രീതികൾ ഉപേക്ഷിക്കാൻ തയ്യാറാവണം. അതിന്റെ ഭാഗമായുള്ള നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാകണം എന്ന നിങ്ങളുടെ ആവശ്യം പൂർണ്ണമായും ശരിയാണ്. നിങ്ങളുടെ കൂടെ നാടാകെ ഉണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിൽ കടക്കാതെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെന്റെ അഭിവാദ്യങ്ങൾ.